രാജ്കുമാർ ഇപ്പോൾ രാവിലെ ചെറിയഴിക്കൽ കടപ്പുറത്ത് പോയി ഇപ്പോൾ ശക്തികുളങ്ങര കടപ്പുറത്ത് നിൽക്കുന്നു. ഈ രണ്ടിടത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ എണ്ണപ്പാടയോ മറ്റോ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ടോ? അതോ ഈ പറയുന്നത് പോലെ ഫ്രൂട്ട്സ് ആകാം, ചിലപ്പോൾ പല സാധ്യതകളുണ്ടല്ലോ, പല കണ്ടെയ്നറുകൾ ഉണ്ടാകുമല്ലോ ഒരു കപ്പലിൽ. അത് ബോട്ട് ഉടമകളോട് തന്നെ ബോട്ടുകാർക്ക് ഇത് കരയിലോട്ട് കയറുന്നതാണ് നല്ലത്. കടലിൽ ഇപ്പോൾ പലരും പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ തീരത്ത് ഇതിൻ്റെ വിവരങ്ങൾ ഈ ഇതിനകത്ത് കടലിൽ വല്ല എണ്ണപ്പാടയുടെയോ അല്ലെങ്കിൽ അത് അങ്ങനെ രാസപദാർത്ഥങ്ങളെ നിറം മാറിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മത്സ്യത്തൊഴിലാളികൾ വിവരങ്ങൾ വല്ലതും തീരത്തുള്ള മത്സ്യബന്ധന ബോട്ട് ഉടമകൾക്ക് നൽകുന്നുണ്ടോ? കടലിൽ നിന്ന് ഇതുവരെ അത്തരം ഇൻഫർമേഷനുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇത് അടിയന്തരമായി നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലാണ് വേണ്ടുന്നത്. കാരണം ഇപ്പോൾ ഈ ഓടി വരുന്ന ബോട്ടുകൾ തന്നെ പെട്ടെന്ന് കാണാത്തൊരു സാഹചര്യത്തിൽ തട്ടുകയോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കടലും പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ്. മനുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ അങ്ങനെ എന്തെങ്കിലും കടലിൽ നിറവ്യത്യാസമോ അല്ലെങ്കിൽ എണ്ണപ്പാടയുടെ എന്തെങ്കിലും ഒരു സാന്നിധ്യമോ ഇതുവരെ കണ്ടതായിട്ട് ഒരു മത്സ്യത്തൊഴിലാളികളും ബോട്ടിൽ നിന്ന് തീരത്തേക്ക് ഈ മത്സ്യബന്ധന ബോട്ട് ഉടമകളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിവരം എന്തായാലും ലഭ്യമല്ല. പക്ഷെ അപ്പോഴും അവരുടെ ആശങ്ക, അവരുടെ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിക്കുന്ന ഈ മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്ന ബോട്ടുകൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണ് അവരെല്ലാം ആശങ്കപ്പെടുത്തുന്നത്. അതിന് അടിയന്തരമായി നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതിന് കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം വേണ്ടി വരും. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ് സംവിധാനമാണ്, കസ്റ്റംസും കോസ്റ്റ് ഗാർഡും ഒക്കെ. അതേസമയം തന്നെ ഇപ്പോൾ ഈ തീരത്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിൽ രാജ്കുമാർ ജില്ലാ ഭരണകൂടത്തോട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് കസ്റ്റംസ് എത്തണമെന്നാണ്, കസ്റ്റംസ് അത് ക്ലിയർ ചെയ്യണമെന്നാണ്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ വരാനുള്ള സമയമായില്ല. കാരണം ഇത് രാവിലെ മുതൽ തന്നെ ഇത് വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയതാണല്ലോ. പക്ഷേ ആരെയും അവിടെ കാണുന്നില്ല. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതൊരു പ്രശ്നമല്ലേ? അല്ല, അവർ നിരന്തരം ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യം തീരത്ത് എത്രമാത്രം കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവരിപ്പോൾ നിരീക്ഷിക്കുന്നത്. മനു, ഇതിലൊരു ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഇവിടെ നിൽക്കുന്ന ഈ മദാമത്തോപ്പിൽ നിന്ന സ്ഥലത്തുനിന്ന് നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടെയ്നർ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും ഒരു 50 മീറ്റർ അത് അതിങ്ങനെ സമയം വൈകുന്തോറും ഇത് മറ്റിടങ്ങളിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ സമയത്തിന് ശേഷം ഏകദേശം 10-15 മിനിറ്റായി. ആ ടൈമിനുള്ളിൽ നോക്കൂ, 50-100 മീറ്റർ അപ്പുറത്തേക്ക് ആ കണ്ടെയ്നറുകൾ ഒഴുകി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കയറ്റിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഇത് പോയി അടിയില്ലേ? തീർച്ചയായും ഇത് ഏതെങ്കിലും, അതായത് ഈ ഗവൺമെൻറ്റും ഇതെല്ലാം, ഇതിപ്പോൾ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ കസ്റ്റംസും നേവി എല്ലാം ഇന്നലെ രാത്രി നേവിയുടെ ഉദ്യോഗസ്ഥർ, അത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കണം, നേവിയുടെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്നലെ ഈ ചെറിയഴിക്കൽ ഭാഗത്ത് വിവരം പറഞ്ഞ് അവർ എത്തിയിരുന്നു. അപ്പോഴാണ് അത് ശൂന്യമാണെന്നുള്ള വിവരം മനസ്സിലാക്കുകയും അവർ മടങ്ങുകയും ചെയ്തത്. ഒരുപക്ഷെ ഇനി കൊല്ലത്ത് അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ജില്ലാ കളക്ടർ അക്കാര്യത്തെക്കുറിച്ച് യാതൊരു സൂചനകളും ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ പോലീസ് നമ്മളോട് രാവിലെ ചെറിയഴിക്കൽ വെച്ച് പറഞ്ഞത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇനി വരേണ്ടതുണ്ട്. അവർ വന്ന് ഇത് പരിശോധിക്കുകയും അവരുടെ കസ്റ്റഡിയിൽ ഇതെല്ലാം എടുക്കണം. അതിനുള്ള നിയമ നടപടികളും മറ്റും അവർ സ്വീകരിച്ചാൽ മാത്രമേ ജില്ലാ ഭരണകൂടം. അതേസമയം തന്നെ ദുരന്ത നിവാരണ സമിതിയുടെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് തീരത്തടിഞ്ഞതിൻ്റെ ഒരു ആകാംക്ഷയിലും കൗതുകത്തിലും മാധ്യമങ്ങളും നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ ഈ കഥയങ്ങ് മാറ്റും. ഇത് തീരത്തടിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആളുകൾ ഇത് എടുത്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞ് കഥയങ്ങ് മാറ്റും. അവിടെ കസ്റ്റംസും ഉണ്ടാകില്ല, കോസ്റ്റ് ഗാർഡും ഉണ്ടാകില്ല, നേവിയും ഉണ്ടാകില്ല. സംസ്ഥാന സർക്കാരിൻ്റെ തലക്കിലേക്ക് വളരെ തന്ത്രപരമായി വയ്ക്കാൻ ഒരുപാട് കഴിവുള്ള ആളുകളാണ് നമ്മുടെ സഹപ്രവർത്തകർ. അത് ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അല്ലാതെ നിലമ്പൂർ കാറ്റും കൂടി അതിൻ്റെ പിന്നിലുണ്ടാവും, സ്വാഭാവികം, അതുണ്ടാവും. പക്ഷെ അതേസമയം ഈ ജില്ലാ കളക്ടർ, പക്ഷെ അദ്ദേഹത്തിന് ഇവരുടെ എല്ലാം മുകളിലാണ് അദ്ദേഹത്തിൻ്റെ നിയമം, അദ്ദേഹത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത്. ജില്ലാ കളക്ടറിന് അധികാരമല്ല, ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിലെ അധികാരം. ഏതൊരു കേന്ദ്ര ഏജൻസിയോ എന്ത് കാര്യങ്ങൾക്കും അതാത് സമയത്ത് അതാത് ആ ജില്ലയിലുള്ള കളക്ടർമാർക്ക് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഉചിതമായ നടപടി സ്വീകരിക്കാനാകും. പക്ഷേ ഇത്രയും
വലിയ കണ്ടെയ്നറുകൾ മറ്റും നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും മറ്റും ഇപ്പോഴത്തെ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടക്കില്ല. തീരത്തേക്ക് ഈ കണ്ടെയ്നർ അടിയുന്നതിനകത്ത് വലിയ ആശങ്കയില്ല. അതേസമയം കടലിൽ ഒഴുകി നടക്കുന്നതാണ് ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ കടലിൽ ഇതാണ്ട് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിരവധി യാനങ്ങൾ, മത്സ്യബന്ധന യന്ത്രവൽകൃത യാനങ്ങൾ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അത് സഞ്ചരിക്കുന്ന പാതയിൽ തന്നെയാണ് ഈ കണ്ടെയ്നറുകളും ഒഴുകി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരുപക്ഷെ അത് താഴെത്തട്ടിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊപ്പൈലറിലൊക്കെ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ബോട്ടിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചാൽ വെള്ളം കയറാനും ബോട്ട് മുങ്ങാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. അക്കാര്യം ഈ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ളൊരു നിർദ്ദേശം കൂടി അവഗണിച്ചു പോയ ബോട്ടുകളും ഈ കടലിൽ നമുക്കുണ്ട് എന്നുള്ളതൊരു വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രാജ്കുമാർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെറിയ അഴീക്കലിൽ ഒരു കണ്ടെയ്നർ കണ്ടു, ഇപ്പോൾ ഇവിടെ 3 കണ്ടെയ്നറുകൾ ഒരുമിച്ച് അടിഞ്ഞിരിക്കുന്നു. അപ്പോൾ 4 കടലിലൂടെ ഒഴുകി വരുന്നതും കൂടെ കൂട്ടി ആകെ എത്ര കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമായിരിക്കുന്നത്? 7 എണ്ണമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമായിരിക്കുന്നത്. 7 എണ്ണം അല്ലേ? കാര്യം ഇവിടെ ഇപ്പോൾ ഈ മദാമത്തൂപ്പിലുള്ള 3ഉം ഒഴുകി വരുന്നത് 3 എണ്ണവും ഒരുമിച്ചാണെന്ന് നമ്മുടെ ക്യാമറാമാൻ തന്നെ അത് സൂം ചെയ്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി. ഒപ്പം ഈ മറ്റിപ്പോൾ ചെറിയ ഇഴിക്കലിൽ അടിഞ്ഞത് 1 എണ്ണം. അങ്ങനെ ഒരു 7 കണ്ടെയ്നറുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഇനിയിപ്പോൾ ഈ ബോട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും അവരുടെ വയർലെസ് സന്ദേശങ്ങളിലൂടെ അതൊരു പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് മെറൈൻ എൻഫോഴ്സ്മെൻറ്റ്. അവർ നിരന്തരം ബോട്ടുടമകളുമായി സംവദിക്കുന്നുണ്ട്, വയർലെസ് വഴി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഈ ലോഹനിർമ്മിതമായ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ വല്ലതും ഒഴുകി വരുന്നുണ്ടോ, അത് ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. അതാ അന്വേഷണത്തിൽ കിട്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കൈമാറുന്നത്. ജില്ലാ കളക്ടർ ആ വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിനും കസ്റ്റംസിനും കൈമാറുന്നുണ്ട്. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ഇങ്ങോട്ടും ശേഖരിക്കുന്നുണ്ട്. ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ, പ്രതികൂലമായ കാലാവസ്ഥയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ആലപ്പുഴയുടെ തീരങ്ങളിലേക്കും ഈ കണ്ടെയ്നറുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഷാജഹാനും അവിടെ ഒന്ന് ചേരും. അതായത് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ തീരങ്ങളിലേക്ക്, പ്രത്യേകിച്ചും എറണാകുളം, ആലപ്പുഴ, കൊല്ലം കേന്ദ്രീകരിച്ചാണ് കണ്ടെയ്നറുകൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അവർ പറഞ്ഞിരുന്നത്. ഈ കാറ്റിൻ്റെ നേരത്തെ അതാ ഒരു മത്സ്യത്തൊഴിലാളി കൃത്യമായ ആ വിവരം നമ്മളുമായിട്ട് പങ്കുവച്ചു. അവരാണ് പ്രാദേശികമായ അല്ലെങ്കിൽ കടലിനെ അറിയുന്നവർ, കടലമ്മയെ അറിയുന്നവർ, കടലിലെ കാലാവസ്ഥയെ പഠിക്കുന്നവർ. സ്വാഭാവികമായും തെക്കോട്ടുള്ള ആ ഒഴുക്ക്, ആ കാറ്റിൻ്റെ ഒരു ഗതി അനുസരിച്ച് അത് ഇങ്ങോട്ട് തന്നെ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ മനു തരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ആലപ്പുഴ, അത് നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡ് പറഞ്ഞിരുന്നു, ഈ കൊച്ചി ആലപ്പുഴ തീരങ്ങളിലേക്ക് വരുമെന്ന്. പക്ഷേ അത് ആലപ്പുഴയും കടന്ന് ഒഴുക്കിൻ്റെ ഈ അണ്ടർ കറണ്ട് ഇപ്പം മാറുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ഈ തിരുവനന്തപുരം, കൊല്ലത്തിൻ്റെ തീരം, തിരുവനന്തപുരം ബെൽറ്റ് വരെ ഇത് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും രാജ്കുമാർ, നമ്മൾ ഈ മുന്നറിയിപ്പുകൾ നൽകിയതിന്റെ ഫലം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾക്കൊരു പരിഭ്രാന്തിയില്ല, അവരെല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ കൗതുകം എന്നതിനപ്പുറത്തേക്ക് നമ്മളെടുത്തൊരു നിതാന്ത ജാഗ്രത, നിതാന്തമായ ഇടപെടലുകൾ, അതിൻ്റെ ഒരു ഫലം എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനൊരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്, ഇതൊക്കെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അത് നേരത്തെ നമ്മളോട് സംസാരിച്ച നമ്മുടെ ഈ നാട്ടിലുള്ള വിദ്യാർത്ഥിനികൾ അവർ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് ഈ വാർത്തയിലൂടെ മറ്റും അവർക്ക് അവയർനെസ് കിട്ടിയിരുന്നു, അവരത് മനസ്സിലാക്കിയിരുന്നു. അതേസമയം അവർക്കൊരു കൗതുകം മാത്രമാണ്. അവരുടെ ജീവിതത്തിൽ ഇത് ഒരുപക്ഷെ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും. ഈ മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ഈ കാറ്റും കോളിലും കൊച്ചി പറഞ്ഞെങ്കിൽ ഇത് ഇവിടെ ഒരു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഈ കാറ്റും കോളിലൊക്കെ ഈ മുക്കുമാരുടെ രീതി അനുസരിച്ച് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ പറയുന്നത്? അതാണ് നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ആശങ്കയുമാണ് ഞങ്ങൾ ഈ അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുന്നതും ഞങ്ങളും മറ്റു പ്രേക്ഷകരോട് ഈ പങ്കുവെക്കുന്നത്. അപ്പം നമ്മുടെ ഈ തീരദേശവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഉണ്ടെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകേണ്ടത് സർക്കാരാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല ഇത് എന്തെങ്കിലും അപകടം ഉള്ളതാണോ ഇല്ലയോ എന്ന്. കണ്ടോ കണ്ടെയ്നർ കണ്ടോ? ഇവിടെയും
ചിലർക്ക് ഇതിനകത്ത് പറയാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ നാണം, അവരത് ഒഴിഞ്ഞു മാറി. അപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച സഹോദരിമാരും ഇവിടെ ഉണ്ട്. മക്കളെ വാ, നിങ്ങൾ ഇത് എത്രമാത്രം അവെയറായിരുന്നു? നിങ്ങൾ അവെയറായിരുന്നല്ലോ, നിങ്ങളിത് ടി വിയിലൂടെ അതെ ആണ് അവെയർ ആയിരുന്നു. പക്ഷേ ഇത് രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ വന്നു എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി നോക്കിയതേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലോ, കണ്ടിട്ടൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കയറി നോക്കിയത്. ആശങ്കയുണ്ട്. നിങ്ങൾ ടി വിയിലൂടെയൊക്കെ മറ്റും ശ്രദ്ധിച്ചു കാണുമല്ലോ, കൈരളി ന്യൂസിൽ തന്നെ നിരവധി തവണ ഇത് പറയുന്നുണ്ടായിരുന്നു. ഈ കോസ്റ്റ് ഗാർഡും കസ്റ്റംസും അതുപോലെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ സമിതിയൊക്കെ ഇതെല്ലാം ഈ ഭരണ സംവിധാനങ്ങളാണ്. അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കണ്ടെയ്നറിൽ തോന്നാൽ അടുത്തു പോകരുത്, അത് ശ്വസിക്കാൻ പാടില്ല, അപകടകരമായ വസ്തുക്കൾ അതിൽ ഉണ്ടാകാമെന്ന്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, പപ്പ ഇങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് കെമിക്കലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നാൽ പേടിച്ചാൽ മതി. പിന്നെ ഫുഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയില്ലല്ലോ, കാരണം അത് ഓൾറെഡി ഓപ്പൺ അല്ല, സീൽഡാണ്. അപ്പം അത്രയും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. മനു, കുറച്ചൊക്കെ ഇപ്പം നമ്മൾ കേട്ടല്ലോ, ഈ വാക്കുകൾക്കപ്പുറം നമുക്കൊന്നും പറയാനില്ല. അവർ അത് അവെയർ ആയിരുന്നു, അത് സംബന്ധിച്ച് അവർക്കൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ അവരത് പാരൻസിൽ നിന്നും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ രാജ്കുമാർ, അവരോടൊരു കാര്യം പറയുക, അവരുടെ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അവരോട് പറയുക, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തൊടാതിരിക്കുക എന്നത് മാത്രമാണ്. അതിൻ്റെ സംവിധാനങ്ങളോട് വന്ന അധികൃതർ അത് കൈകാര്യം ചെയ്തോളും. മറ്റൊന്ന്, നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമില്ല. ആ കപ്പൽ മറിഞ്ഞതിൻ്റെ 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ഈ മീൻ പിടിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒരല്പസമയത്തിനകം തന്നെ ഈ കണ്ടെയ്നറുകൾ തുറന്നു വന്നതുകൊണ്ട് തന്നെ അത് ഒഴുകി വന്ന വഴികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നും ഒക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടും. ആ സമയത്ത് അവരെ നമുക്ക് അറിയിക്കാം. അവരോട് തൽക്കാലത്തേക്ക് ആശങ്കപ്പെടേണ്ടെന്ന് പറയുക രാജ്കുമാർ.